വി.ഡി. സതീശൻ്റെ ടീം, സോഷ്യൽ മീഡിയ ടീം MDMA സംഘമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. ഞങ്ങൾ മാത്രമല്ല, മാധ്യമങ്ങൾ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ കോർഡിനേറ്റർമാർ ഈ MDMA ലഹരി മാഫിയ സംഘമാണ് ഈ സോഷ്യൽ മീഡിയ നിയന്ത്രിക്കുന്നത് എന്ന്. ആ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ സംഘമാണോ ഇങ്ങനെ ഹീനമായ വൃത്തികെട്ട ഈ പ്രചരണം നടത്തുന്നത്? എന്താ അവരുടെ ഉദ്ദേശം? നിയന്ത്രിക്കണ്ടേ ഇത്? ഞങ്ങൾ എത്ര തവണ പറയുന്നു. തിരുവനന്തപുരത്ത് നമുക്കറിയാമല്ലോ, മത്സ്യത്തൊഴിലാളിയുടെ കുടുംബം, ആ പെൺകുട്ടി ഇറങ്ങി വന്ന് പത്രസമ്മേളനം നടത്തി കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ സത്യസന്ധമായി ആത്മാർത്ഥമായി പറഞ്ഞ കാര്യത്തിനടിയിൽ പോയി കമൻറ്റ് ചെയ്ത് നിങ്ങൾ കണ്ടില്ലേ? ഇതൊക്കെ ആരാ ചെയ്യുന്നത്? ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസിൻ്റെയും ഈ പറയുന്ന മുസ്ലിം ലീഗിൻ്റെയും ഒക്കെ നേതാക്കന്മാർ ഉൾപ്പെടെ, BJPയുടെയും ഒക്കെ നേതാക്കന്മാർ ഉൾപ്പെടെ പോസ്റ്റ് ചെയ്യുക. BJPയുടെ ജില്ലാ പ്രസിഡന്റ്, BJPയുടെ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ പോസ്റ്റ് ചെയ്തതാണ് കാണാൻ വേണ്ടിക്കുന്നത്. അപ്പോൾ അവർക്ക് അറിയാതെ എഡിറ്റ് ചെയ്ത വീഡിയോ ആണ് പ്രദർശിപ്പിച്ചത്. സ്നേഹലത റെഡ്ഡിയുടെ ജീവിതം വരച്ചു കാട്ടുന്ന ഈ കാര്യം അറിഞ്ഞ ബോധപൂർവം അത് എഡിറ്റ് ചെയ്ത് പ്രദർശിപ്പിക്കുക. സ്നേഹലത റെഡ്ഡിയോടുള്ള വിരോധം എന്ന് പറഞ്ഞാൽ അതിനൊരു ചരിത്രം നോക്കിയാൽ, പണ്ട് കേരള സർവകലാശാലയുടെ കലോത്സവം കോട്ടയത്ത് വെച്ച് തീരുമാനിച്ചു. അപ്പോൾ കോട്ടയത്ത് കലോത്സവം തീരുമാനിച്ചപ്പോൾ അന്ന് സുരേഷ് കുറുപ്പാണ് കേരള സർവകലാശാലയുടെ യൂണിയൻ ചെയർമാൻ. അപ്പം അന്ന് ആ കലോത്സവത്തിൽ മുഖ്യാതിഥിയായി സ്നേഹലത റെഡ്ഡിയുടെ മകളെ കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പം അന്ന് കോട്ടയത്തെ കോൺഗ്രസ്സുകാർ തടയുമെന്ന് പ്രഖ്യാപിച്ചു. പക്ഷേ കോട്ടയത്തെ തൊഴിലാളികൾ കോട്ടയം നഗരത്തിൽ കാവൽ നിന്ന് സ്നേഹലത റെഡ്ഡിയുടെ മകൾക്ക് ആ കലോത്സവത്തിൽ പങ്കെടുക്കാൻ അവസരം ഒരുക്കി എന്നത് ഒരു ചരിത്രമാണ്. അപ്പോൾ സ്നേഹലത റെഡ്ഡിയെയും അടിയന്തരാവസ്ഥയുടെ ചരിത്രത്തെയുമെല്ലാം കോൺഗ്രസ്സിന് അന്നും ഇന്നും ഭയമാണ്. ആ ഭയത്തിൽ നിന്നുകൂടിയാണ് ആ പഴയ ചരിത്രം ആരും ഓർമ്മിക്കരുത്. അതുകൊണ്ടാണ് അവർ വീണ്ടും ഇത്തരം വാദങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നത്. ഈ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കാര്യത്തിൽ കോൺഗ്രസും BJPയും ലീഗുമെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. അപ്പോൾ ഈ ചരിത്ര വിരോധത്തിൻ്റെ കാര്യത്തിൽ ഇവരെല്ലാം എത്രമാത്രം ഐക്യപ്പെടുന്നു എന്ന് കാണാൻ വേണ്ടി കഴിയണം. പിന്നെ കോൺഗ്രസിൻ്റെ സൈബർ ഹാൻഡുകൾക്ക് കുറച്ച് ദേഷ്യമുണ്ട്. കാരണം വി.ഡി. സതീശൻ്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ MDMA കോർഡിനേറ്ററായി മാറി എന്നത് നാട്ടുകാർ കണ്ടു. അപ്പം അതിൽ ഞങ്ങൾ നടത്തിയ പ്രതികരണം, അപ്പം അതുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയ വാർത്തകളെ മറച്ചു പിടിക്കാൻ ഇത്തരം കാര്യങ്ങളെ ഉപയോഗപ്പെടുത്തി DYFI നഗ്നത പ്രദർശിപ്പിച്ച ആളെ കൂട്ടുന്നു എന്നൊക്കെയുള്ള ഹീനമായ പ്രചരണത്തിലേക്ക് അവർ പോയത്. ശക്തമായ നിയമ നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും. നിയമ നടപടികൾ മാത്രമല്ല, രാഷ്ട്രീയമായും ഇതിനെ നേരിടും. ഇപ്പോൾ സ്നേഹലത റെഡ്ഡി ആരാണ് എന്നറിയാത്ത ലക്ഷക്കണക്കിന് ആളുകൾക്ക് സ്നേഹലത റെഡ്ഡിയെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞു. അക്കാര്യത്തിൽ ഇത്തരം പ്രചരണം നടത്തിയ ആളുകളോട് ഞങ്ങൾക്ക് നന്ദിയുണ്ട്. കാരണം അടിയന്തരാവസ്ഥയെ ഓർമ്മിപ്പിച്ചു, സ്നേഹലത റെഡ്ഡിയെ ഓർമ്മിപ്പിച്ചു. സ്നേഹലത റെഡ്ഡി എന്ന് പറയുന്ന ഒരു നടി രാജ്യത്ത് ജീവിച്ചിരുന്നു എന്നും അടിയന്തരാവസ്ഥക്കെതിരായി പൊരുതിയെന്നും സംസ്കാര എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹം ശ്രദ്ധേയമായ റോൾ നിർവഹിച്ചു എന്നും അവർ നഗ്നയാക്കി ജയിലിനകത്ത് വെച്ച് പീഡിപ്പിക്കപ്പെട്ടുവെന്നും മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നും അവർ അടിയന്തരാവസ്ഥ കാലം 77-ൽ ജയിലിൽ നിന്ന് പുറത്ത് വന്നിട്ട് 5 ദിവസത്തിനകം മരിച്ചുപോയി എന്നൊക്കെയുള്ള ഒരു വലിയ ചരിത്രം ഈ സമ്മേളന കാലയളവിൽ ഓർമ്മിക്കപ്പെട്ടു. ഇവിടെ നോക്കണ്ട, നിങ്ങൾ കാണണ്ടേ, ഇതൊക്കെ ഒന്ന് കാണണം. നിങ്ങൾ ആരും ഇതൊന്നും വാർത്ത കൊടുക്കുന്നില്ല. ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല, കുഴപ്പമില്ല. ഇത്രയും പരിപാടികൾ നടന്നു ഇവിടെ ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട്. എല്ലാം രാഷ്ട്രീയമാണ്. ഈ നാടിനെ ബാധിക്കുന്ന വിഷയങ്ങളാണ് എല്ലാം. അതിൽ ഇവിടെ ഗാന്ധിവധം, സവർക്കറും ഹിന്ദുത്വയും സെമിനാർ നടന്നു. മതം, രാഷ്ട്രീയം, തൊഴിലാളി വർഗം സെമിനാർ നടന്നു. VS ഒരു സമര നൂറ്റാണ്ട് സെമിനാറുകളും പരിപാടികളും നടന്നു. മരണവംശം എന്ന് പറയുന്ന പുസ്തകത്തെ, ഈ PV ഷാജികുമാറിൻ്റെ പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഡിസ്കഷൻസ് നടന്നു. അങ്ങനെ വന്നിട്ട് ഒരുപാട് അകം കേരളം, പുറം കേരളം, മൈഗ്രേഷൻ്റെ രാഷ്ട്രീയം, ആരുടേതാണ് ഈ ലോകം, സാമ്രാജ്യത്വ വിരുദ്ധ സദസ്സ്, 4-ാം തൂണും ഡിജിറ്റൽ കാലവും, തൊഴിലും വിദ്യാഭ്യാസവും നിഷേധിക്കുന്ന വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തിനെതിരെ, പലസ്തീൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാവി KN പങ്കെടുത്തുകൊണ്ട്, അരങ്ങിലെ പുതിയ സങ്കേതങ്ങൾ തേടിയുള്ള യാത്ര, അതിജീവനത്തിൻ്റെ ഇടതുബദൽ, ഫോക്ലോറിൻ്റെ സൗന്ദര്യവും പ്രതിരോധവും, ജുഡീഷ്യറിയും ഭരണഘടനയും, ഇന്ത്യൻ വർത്തമാനം, യുവതി സംഗമം നടത്തി, പുഷ്പൻ്റെ സഹനത്തിൻ്റെ മഹാസൂര്യൻ എന്ന തരത്തിൽ ബെന്യാമിൻ ഉൾപ്പെടെയുള്ള ഒരുവിധം കേരളത്തിലെ സാംസ്കാരിക പ്രമുഖരും രാഷ്ട്രീയ കായിക രംഗത്തെ പ്രമുഖരും ഒക്കെ അണിനിരന്നു. അതുപോലെ തന്നെ ഈ നാടകം നടക്കുന്ന ദിവസം കേരളവും ഇടതുപക്ഷ ജീവിതവും സുനിൽ മാഷുടെ ഒരു പ്രഭാഷണത്തിന് ശേഷമാണ് ഈ നാടകം നടക്കുന്നത്. എന്നിട്ടായി ഇവർ പറയുന്നത് പിന്നെ പ്രതിരോധ പാഠശാല, വിദ്യാഭ്യാസ മേഖലയെ തകർക്കാൻ സംഘപരിവാർ അജണ്ട, പ്രതിരോധ പാഠശാല, ഹിസ്റ്റോറിക്കൽ മൊമെന്റ്സ് ചരിത്ര പ്രദർശനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ
വിവിധങ്ങളായ പരിപാടികൾ ഈ തൃശ്ശൂർ കേന്ദ്രീകരിച്ച് സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുക. അത് ബ്രോഷറായിട്ട് തന്നെ ഇറക്കിയതാണ് ഞങ്ങൾ. എന്നിട്ട് ഈ കോൺഗ്രസ്സുകാരും മുസ്ലിം ലീഗുകാരും BJPക്കാരും ഒറ്റക്കെട്ടായി ഞങ്ങളെ സമ്മേളനത്തെയും ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തെയും നിലപാടിനെയും ഒക്കെ തകർക്കാൻ വക്രീകരിച്ച കൃത്രിമമായി നിർമ്മിച്ച വീഡിയോകൾ ഉപയോഗപ്പെടുത്തി അപമാനിക്കാനും ഈ പ്രസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയത്തെയും നിലപാടുകളെയും ഇല്ലാതാക്കാനും ശ്രമിക്കുന്നത് തീർത്തും അപലപനീയമാണ്. നിങ്ങൾ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് പുരോഗമനവാദികൾ എന്ന് പറയുന്ന ഈ കേരള സമൂഹത്തിലെ മാധ്യമ പ്രവർത്തകർ, നിങ്ങൾ ഈ വിഷയത്തെ തുറന്നു കാണിക്കണം.